ധനസഹായം ഇപ്പം നിന്റെ വീട്ടിൽ നിനക്ക് വേണ്ടപ്പെട്ട ഒരാളെ ആരെങ്കിലും തല്ലിക്കൊന്നിട്ട് കുറച്ച് പൈസ കൊടുത്തു നീ അക്സെപ്റ്റ് ചെയ്യൂ? എന്ത് മര്യാദയായിട്ട് വർത്താനം പറയുന്നത്? എനിക്ക് ഇപ്പം എൻ്റെ അച്ഛനെ ആരെങ്കിലും ഒരു കാലത്ത് ഇല്ലാതാക്കിയതിനു ശേഷം എനിക്ക് കുറച്ച് പൈസ കൊണ്ട് തരികയാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആയിരിക്കാൻ അല്ല, ആരാ പൈസ കൊടുത്ത് സഹായിക്കുന്നത് തെറ്റല്ല. അതല്ല ഞാൻ പറഞ്ഞത്. ഇപ്പം നമ്മളെ കടലിൽ ജോലിക്ക് പോയിട്ടുള്ള 2 നാവികം കപ്പലിലുള്ളവരെ നമ്മൾ ഇറ്റാലിയൻ നാവികർ വെടിവെച്ച് കൊന്നു. അന്ന് ഇറ്റലി പറഞ്ഞു നമ്മൾ ഒരുപാട് പൈസ കൊടുക്കാമെന്ന് പറഞ്ഞു. പക്ഷേ അത് നമ്മൾ അനുകൂലിച്ചായിരുന്നു. ഇല്ല, നമുക്ക് ആ പൈസ വേണ്ടെന്നാണ് പറഞ്ഞത്. നമ്മളതിന് ആ നിയമ പോരാട്ടം നമ്മൾ നടത്തി. അപ്പം ഇപ്പോൾ അതാ ഇപ്പം ഒരു വണ്ടി ഓടിച്ച ഒരാൾ മദ്യപിച്ച് പ്രശ്നങ്ങൾ വരുമ്പോൾ പ്രതികരിക്കാണ്ടിരിക്കാതാണ് വരാതെ നോക്കണമെന്നാണ് ഞാൻ പറഞ്ഞത്. ഒരു സംഭവിക്കുന്നതിന് മുന്നേ ഞാനിത് കുറെ നാൾ മുന്നേ പറയുന്നുണ്ട്. ഞാൻ അവിടെ കണ്ടന്റിന് വേണ്ടിയല്ല പറഞ്ഞത്, ഞാനിത് തടയാൻ വേണ്ടിയാ പറഞ്ഞത്. ഇത്തരത്തിൽ കാണിക്കുന്ന ആൾക്കാർക്കെതിരെ നമ്മൾ നേരത്തെ പറയുന്നുണ്ടായിരുന്നു. പക്ഷെ ഇന്നലെ ആരും ശ്രദ്ധിച്ചില്ല. അഖിൽമാരാര് പറഞ്ഞത് നിങ്ങൾ കേട്ടല്ലോ. നമുക്കറിയാം കഴിഞ്ഞ ദിവസം മരണപ്പെട്ട ദീപകിൻ്റെ കുടുംബത്തിൽ ഇന്നലെ രാഹുൽ ഈശ്വറും അതുപോലെ കുറച്ചധികം ആൾക്കാരൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു. ആ അച്ഛനെ അമ്മയും സമാധാനിപ്പിക്കുകയും അതോടൊപ്പം തന്നെ കുറച്ച് പൈസ അവർക്ക് കൊടുക്കുകയും ചെയ്തു. അത് കണ്ടിട്ട് നമുക്കാർക്കും ഒരു തെറ്റായിട്ട് തോന്നിയില്ല. രാഹുൽ ഈശ്വർ അത് വൈറലാകാൻ വേണ്ടി ചെയ്താണെന്ന് നമുക്ക് തോന്നിയില്ല. പക്ഷെ അഖിൽമാരാര് പറയുന്നത് നമുക്ക് നമ്മുടെ വേണ്ടപ്പെട്ടവർ ആരെങ്കിലും മരണപ്പെട്ട് കഴിയുമ്പോൾ കുറേ പൈസ കൊണ്ട് തന്നു കഴിഞ്ഞാൽ അത് മതിയാകൂ എന്നാണ് അഖിൽമാരാര് പറയുന്നത്. ഇവിടെ ഇപ്പോൾ രാഹുൽ ഈശ്വർ ആണെങ്കിലും മെൻസ് അസോസിയേഷൻ്റെ ഭാഗമായിട്ട് തന്നെ കുറച്ചധികം ആൾക്കാർ അച്ഛനും അമ്മയും ചെന്ന് കണ്ട് അവരെ സമാധാനിപ്പിക്കുകയൊക്കെ ചെയ്തതിന് ശേഷം ഒരു ധനസഹായം പോലെ അവർക്ക് കൊടുക്കുന്നു. കാരണം അവരുടെ ഏക മകനാണ് മരണപ്പെട്ടത്. പ്രായമായ അച്ഛനും അമ്മയാണ്. അവരുടെ മകൻ മരണപ്പെട്ടു എന്ന് കരുതി അവർക്ക് മുന്നോട്ട് ജീവിക്കണ്ടേ? അവരുടെ ജീവിത അവസാനം വരെ അവർക്ക് ജീവിച്ചല്ലേ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ എല്ലാവർക്കും ചെയ്തു കൊടുക്കാൻ പറ്റുന്ന ഒരു സഹായം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ധനസഹായം തന്നെയാണ്. അതോടൊപ്പം തന്നെ ആ ഒരു മരണത്തിന് കാരണക്കാരിയായിട്ടുള്ള, അതായത് ആ സഹോദരൻ്റെ മരണത്തിന് കാരണക്കാരിയായിട്ടുള്ള ഷിംജിത, അവൾക്ക് കിട്ടാവുന്ന മാക്സിമം ശിക്ഷയും വാങ്ങിച്ചു കൊടുക്കുക. അതേ ഇപ്പം നമുക്ക് ചെയ്യാനുള്ളൂ. ഇവിടെ അഖിൽമാരാര് വന്ന് പറയുന്ന കേട്ടാൽ തോന്നും അത് ചെയ്തത്, അതായത് അവർക്ക് പൈസ കൊടുത്തത് അത്ര നല്ല കാര്യമല്ല എന്നാണ് പറയുന്നത്. എന്ത് വിവരമില്ലായ്മ ഇയാൾ വന്നിട്ട് ചിലയ്ക്കുന്നത്.